എൻ്റെ മക്കളെ, നമുക്ക് പ്രാർത്ഥനയിലേക്ക്, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, പ്രഭാതത്തിൽ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ അലിവിൻ്റെ കരങ്ങളെ സ്പർശിക്കണമേ. സന്ധിബന്ധങ്ങളും മാംസപേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ക്ഷീണത്തിലിരിക്കുന്നവരും രോഗത്തിലിരിക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയരോഗികൾ ഈശോ നാമത്തിൽ ബലം പെടട്ടെ. കരൾ രോഗികൾ, ഉദര രോഗികൾ എല്ലാവരെയും കർത്താവിനെ അണിപ്പെടുത്താവുന്ന വറുതി കർത്താവ് സ്പർശിക്കപ്പെടട്ടെ. അടിപ്പണ പോലെ വൈതാക്കാളുമ്പോൾ ദൈവികമായ ശക്തി നിങ്ങളെ കൊഴുകട്ടെ. ഉച്ചമുള്ളംകാല് വരെ കർത്താവിന് ശക്തി നിറയട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലി തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, പരീക്ഷക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഉത്കണ്ഠയോടെ തോക്കുമെന്നുള്ള നിരാശയോടെ വെയിറ്റ് ചെയ്യുന്നവരുടെ റിസൾട്ടുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വൈവാഹികമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരെയും പിരിയാൻ പോകുന്നവരെയും പരസ്പര കലഹത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ഒഴുകട്ടെ. ദൈവത്തിൻ്റെ ശക്തി അവരുടെ കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് ആവശ്യിക്കട്ടെ. ഭവനരഹിതരെ, ഭവനം പണിയാൻ വീട് സ്ഥലമില്ലാത്തവരെ, അതെല്ലാം പല ബാങ്കിൻ്റെയും അതുപോലെ സർക്കാർ ആശുപത്രി ഓഫീസുകളുടെയും നിയമക്കുരുക്കിൽ പെട്ടിരിക്കുന്നവർ, കർത്താവ് പാഠം നികർത്താനുള്ളവരും അവരെ നികർത്താൻ അനുവാദമില്ലാത്തവരും, CRSD താമസിക്കുന്നവരും, അവർക്ക് അനുവാദം കിട്ടാത്തവരും, നമ്പറില്ലാത്ത ഭവനങ്ങൾ, നമ്പറില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ, അതുമൂലം ജീവിതത്തിൽ അത് തുടങ്ങാൻ പറ്റാത്തതിൻ്റെ പലിശ കയറി മുടിഞ്ഞ് എല്ലാ തരത്തിലും തൊഴിലുമില്ല, ജീവിതവുമില്ല, നിയമത്തിൻ്റെ ബലികടകളായിട്ട്, ഇരകളായിട്ട്, വികസനത്തിൻ്റെ ഇരകളായിട്ട് കർത്താവ് എങ്ങനെ ഓടാനും കത്തുന്ന പെരയിൽ രക്ഷപ്പെടാനും പറ്റുന്നില്ല, ഓടാനും പറ്റുന്നില്ല, തീ കെടുത്താനും പറ്റുന്നില്ല. ഇങ്ങനെ ഭയങ്കര വല്ലാത്ത മാനസിക ജീവിത പിരിമുറുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ ശക്തിയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 1 Petrus 5:6 തക്ക സമയം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയമില്ലേ?
തക്ക സമയം പലപ്പോഴും രണ്ട് തക്കങ്ങൾ നമ്മുടെ ഇരുട്ട് തക്കവും വെളുത്ത തക്കവും എന്ന് പറഞ്ഞ പോലെ ഈ ദൈവത്തിന് മനുഷ്യനും രണ്ട് തക്കങ്ങളുണ്ട്, തക്ക സമയമുണ്ട്. ഒന്ന് നമ്മുടെ തക്ക സമയം. നമ്മുടെ തക്ക സമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആപേക്ഷികമായിരിക്കും. ആൻറ്റിയുടെ മകൾ കാനഡയിൽ പോയതുകൊണ്ട് ഞാനും കെട്ടിയെടുത്ത് കാനഡയിൽ പോയേക്കാം. കാര്യം അവൾ എന്നേക്കാൾ ഒരു വയസ്സ് ഇളയതാണെന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മളുണ്ടാക്കുന്ന തക്ക സമയം. അവർ ആ ആൻറ്റിയുടെ മകളെ നമ്മൾ സാധനം ആ ഒരു സംഭവം ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും കമ്പാരിറ്റീവ് ആണ്, റിലേറ്റീവാണ്, ആപേക്ഷികമാണ് പല പ്രശ്നങ്ങളും. കാര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ഇതിങ്ങനെ ചിലപ്പോൾ ദൈവഹിതമായിരിക്കത്തില്ല. പലരും കുരുങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ, കുരുങ്ങിപ്പോയി. അതുപോലെ അങ്ങനെ ഈ പല കുരുക്കുകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇരുന്ന് വാങ്ങിക്കേണ്ടതാണ്. ദൈവികമായ പദ്ധതിക്ക് ശാന്തമാവുകയും ചിന്തിക്കാനും നിരന്തരം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചും, ഇപ്പോൾ നമ്മൾ ദൈവത്തിൽ വടിവരണ റഷ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ ഉന്തിയിടുന്നതാണ്. പണ്ട് ഉന്തിയിട്ട് ഒപ്പരിഷമായെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഈ പോർട്ടുഗീസ് ബിഷപ്പുമാരൊക്കെ സഹഭരിക്കണ കാലത്ത് അവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല. നമ്മൾക്കാണെങ്കിലും അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു പലർക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുർബാനയൊക്കെ പടം കഴിഞ്ഞാൽ പിന്നെ ഉപ്പുരുഷമ മേടിക്കാൻ വേണ്ടി ബിഷപ്പ് വരണം. ബിഷപ്പ് 5 കൊല്ലം കൂടുമ്പോൾ വരത്തില്ല, ചില 10ഉം 15ഉം കൊല്ലം കൂടിയാണ്. കാര്യം ഒരു രൂപത എന്ന് പറയും ഇന്നത്തെ 5 രൂപതയുടെ വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ കാറൊന്നുമില്ല, പല്ലക്കലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്നൊക്കെ യൂറോപ്യൻ മെത്താന്മാർ ഒരു ഇടവക വരണമെന്ന് പറയണത് ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞൊക്കെ വരുത്താണ്, 15 കൊല്ലം കഴിഞ്ഞ് വരുത്താണ്. അപ്പോൾ ആൾക്കാർക്കെല്ലാം 35-40 വയസ്സൊക്കെ. അപ്പോൾ ഈ 40 വയസ്സൊക്കെയാണ് ഒപ്പുരുഷമ മേടിക്കണ്ടേ. അതുകൊണ്ട് അവരൊന്നും പഠിക്കത്തില്ല, പഠിക്കാനുള്ള ഈ മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ആൾക്കാർ തള്ളിയിടും. എത്ര ഒപ്പുരുഷം മര്യാദക്കുള്ള ആൾക്കാർക്ക് ഒപ്പുരുഷം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ ക്യാരീസ് അധ്യാപകർക്ക് ഉന്തി വെക്കും. അതിനകത്ത് ഉന്തിയിട്ട് ഒപ്പുരുഷം എന്ന് പറയണത് കേൾക്കുമ്പോൾ രസമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പല സമ്മർദ്ദങ്ങളും ഉന്തിയിട്ട് ഒപ്പുരുഷം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേറെ പലരുമാണ് ഉന്തണത് ദൈവദൃശ്യനിധിയിലേക്ക്. ഇപ്പോൾ പഠനമായാലും വിവാഹമായാലും ഇപ്പം എൻ്റെ ചില വീട്ടിൽ പറയും, എൻ്റെ ഇനി ഞാനൊരിടത്തും പോലെ ഒരു പള്ളിയിലും പോണില്ല, ഒരു ആൾക്കാരൊക്കെ ചോദിക്കണം ആയില്ലേ എന്ന് ചോദിക്കണം. അതുകൊണ്ട് ഞാൻ ഒരിടത്തും പോകണില്ല, കുളിക്കാതെ ഇരിക്കാനിട്ടില്ലേ. ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോയില്ല ചോദിക്കുമ്പോൾ കുളിക്കാതെ തേക്കാതെ ഇരിക്കണ കാണാം 15 ഞാൻ ഒരു പള്ളിയും പോയില്ല. ആൾക്കാരുടെ വായിക്കൊക്കെ ആൾക്കാർ ചോദിക്കണം ആയില്ലേ എന്ന്. എന്താണ് ആൾക്കാർ ചോദിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യത്തിനാണ് ആയില്ലേ ചോദിക്കണത്. ഒന്ന് കല്യാണം ആയില്ലേ. ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ 22 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ആയില്ലേ എന്ന്. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും പ്രഗ്നൻ്റ് ആയില്ല. ഇത് ചോദിച്ച ആൾക്കാർക്ക് ഭ്രാന്തായി. അതുകൊണ്ട് ഒരിടത്ത് പോയി ആൾക്കാർ ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഉന്തിരിഞ്ഞ്. അപ്പോൾ ഈ മറ്റുള്ളവരാണ് ഉണ്ടാക്കുന്നത് ഒരു സമയമുണ്ട് നമ്മുടെ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു, അതാണ് ഒരു പ്രശ്നം. ഈ ചുറ്റുവട്ടത്ത് ഈ കല്യാണം കഴിക്കാനുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ മറ്റുള്ളവരാണ് ഈ ഉന്തണ നമ്മൾ. അതാണ് ഉന്തിയിട്ട് പുരുഷ പോലെയുള്ള ഉന്തിയിട്ട് പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥിക്കും, പക്ഷെ ഉന്തിയിട്ട് പ്രാർത്ഥനയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്ക സമയം മറ്റുള്ളവർ നിശ്ചയിക്കും, പക്ഷേ നീ മറ്റുള്ളവരെ ഒഴിവാക്കണം. കർത്താവ് പണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അത് രസകരമായൊരു വചനമാണ്. യോഹന്നാൻ 18:8 യേശു പ്രതിവചിച്ചു ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഇവരെന്ന് പറഞ്ഞ ഒരു സമൂഹം എപ്പോഴും ക്രിസ്തുവായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതായത് ദൈവത്തിൻ്റെ തക്ക സമയം ഒന്നുണ്ട്. അതാണ് ഈ പത്രോസിന് നമ്മൾ 1 പത്രോസ് 5:6 പറയുന്ന തക്ക സമയം. നമ്മൾ പറയുന്ന തക്ക സമയം ജനങ്ങൾ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ അത് നമുക്ക് അതുപോലെ നടക്കുന്നില്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ എന്ന് വയ്ക്കും. ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ
നമ്മൾ നമ്മുടെ മാർക്ക് ലിസ്റ്റായിട്ടല്ല നോക്കണത്. നിനക്കെത്ര കിട്ടി എന്ന് ചോദിക്കത്തില്ലേ? എന്നുവെച്ചാൽ ഇടയ്ക്ക് ഒരു മാർക്ക് അവരെക്കാൾ കുറവാണ് നിനക്കെങ്കിൽ അപ്പോൾ തന്നെ നിൻ്റെ മോന്ത പോകും. കാര്യം നിൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ പേപ്പറിലാണ് ഇരിക്കണത്. താരതമ്യം എന്ന് പറയതിനെ. അതുകൊണ്ട് ഇട്ടിയേറ്റ് എന്നൊക്കെയാണ് കർത്താവ് വിളിക്കുന്നത്. ഫിലിപ്പി 2:3 മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. വെച്ചാൽ മത്സര്യമാണ് അവരുമായിട്ട്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ പേരിലാണ് ഈ മത്സരിക്കുന്നത്. ആരാണ്? അഹങ്കാരികളായിരിക്കും. ഞാനാണ് വലുതെന്ന് പറയണമില്ലേ, അതാണ് മത്സരിക്കണം. അതാണ് മാതാവ് പറയണത്. അഹങ്കാരികൾ ഭഗ്നാശരാകപ്പെടും, ചിതറിക്കപ്പെടും. പിന്നെ വിനയാന്യതയിൽ ഉയർത്തും. അതെന്താണ്? അതാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക. ദൈവത്തിൻ്റെ തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ അവർക്ക് കൂളായിട്ട് നിൽക്കും. ലോകം മുഴുവനും ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും എനിക്ക് കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് അത് ചെയ്യും. ഞാൻ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങനെ ജീവിതത്തെ നേരിടാൻ നോക്കുക. പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലൂടെയുള്ള നിയോഗങ്ങൾ പെട്ടെന്ന് നിറവേറാനാവശ്യമായ ചില വിശ്വാസ സമീപനങ്ങളുണ്ട്. നമ്മുടെ ഈ വചനധാരയിൽ എപ്പോഴും നമ്മൾ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ഉടമ്പടി നിറവേറ്റാൻ കഴിയും. അതിന് ഒരു വ്യക്തിക്ക് വേണ്ട സ്വകാര്യ നിലപാടുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ സുവിശേഷപരത എത്രത്തോളമുണ്ട്. അങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഉടമ്പടി ക്ലാസ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാക്ഷ്യം പറയുമ്പോഴൊക്കെ ആൾക്കാർ അവരുടെ ദൈവാനുഭവങ്ങളിലെ കോട്ട് ചെയ്യുന്നത് ഈ ഉടമ്പടി ധ്യാനത്തിൽ കിട്ടിയിട്ടുള്ള ഒരു തൊട്ടറിവുകളൊക്കെയാണ്. ഉടമ്പടി ധ്യാനം വളരെ ഗൗരവമായിട്ട് പല പ്രാവശ്യം കേട്ട് ഗ്രഹിച്ച് പ്രയോഗിക്കുന്നവരുണ്ട്. കാരണം ഇതൊരു സിദ്ധാന്തവും പ്രയോഗവും പോലെയാണ് വരുന്നത്. ഉടമ്പടി ഒരു സിദ്ധാന്തമാണ്, പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒത്തിരി വ്യയം ചെയ്യാതെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാതെ ലളിതമായി നമുക്ക് സമീപിക്കാവുന്ന പ്രായോഗിക പശ്ചാത്തലമാണ് ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചിലർക്ക് വലിയ സാക്ഷ്യങ്ങൾ ലഭിക്കുന്നത്. ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അതായത് സാക്ഷ്യം പറഞ്ഞത് അനിലാണ്. അദ്വൈതം മാനന്തവാടിയിൽ നിന്നാണ്. അനിലും ഭാര്യയുടെ സാക്ഷ്യം എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നുകയാണ്. അവിടെ വീട്ടുപേര് അദ്വൈതം എന്നാണ്. അപ്പം അനിൻ്റെ സാക്ഷ്യം ഇതാണ്. ഒത്തിരി ഉണ്ട്. 6 നിയോഗങ്ങളിലെ 5ഉം വിസ്മയകരമായ രീതിയിലാണ് ടൈം ബൗണ്ടായിട്ട് നടക്കുന്നത്. ടൈം ബൗണ്ടാണ്. അതായത് അവൻ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് തന്നെ അത് ടാർഗറ്റ് ക്ലിയർ ചെയ്യും. അപ്പം അത് ഭയങ്കര വിസ്മയമാണ്. അപ്പം അത് പുള്ളിക്കാരൻ പറയണത്, ഇനി ഓർക്കണം, ഈ അനിലെന്ന് പറയുന്ന ആൾ അല്ല ഉടമ്പടി എടുത്തിരിക്കണത്. ഉടമ്പടി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പക്ഷെ ഭാര്യയുടെ ഉടമ്പടി ഭാര്യ വന്ന് വീട്ടിൽ വിശദീകരിച്ചപ്പോൾ
അയാൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി. അല്ലാതെ നമ്മളോട് ധ്യാനം കൂടിയതല്ല, ഭാര്യ കൈമാറിയതാണ്. അപ്പോൾ ഭാര്യയുടെ ഈ വിശ്വാസ കൈമാറ്റത്തിൽ ഭർത്താവിന് പ്രത്യേക അഭിഷേകം കിട്ടി. അപ്പോൾ അതൊരു വല്ലാത്ത കൈമാറ്റം ആയിക്കണം. കാര്യം അതിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ, ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളിനോട് പറയുമ്പോൾ ഏറ്റവും പ്രശ്നമുണ്ട്, കലഹം ഉണ്ടാക്കുന്നത് നമ്മുടെ ബുദ്ധിയായിരിക്കും. ബുദ്ധി ആദ്യം കലഹിക്കും. അപ്പോൾ ഇവരുടെ ബുദ്ധിയെ നമ്മൾ ആദ്യം തന്നെ ആ ബുദ്ധിയെ കീഴ്പ്പെടുത്താതെ വൈകാരികമായിട്ടുള്ള ഒരു പ്രയോഗ രീതികൾ നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഇമ്മേഴ്സ്ഡ് ആകാൻ, പങ്കാളിയാകാൻ പറ്റത്തില്ല. ഇപ്പോഴും വരണ ഒരു വിഷയം, ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 കഴിഞ്ഞപ്പോൾ 10 സാക്ഷ്യങ്ങൾ കൂടി ഡെയിലി. നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു 10-18 സാക്ഷ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ അത് 2004 ആയപ്പോൾ ദിനം പ്രതി 28 സാക്ഷ്യങ്ങളായിട്ട് കൂടി. എഴുതി തന്നെയൊക്കെ 1000-500 അതൊന്നുമല്ല ഇവിടെ പറയാൻ വേണ്ടി വന്നത്. ഈ പ്ലാറ്റ്ഫോമിലെ സാക്ഷ്യസുവിശേഷ പ്രയോഗത്തിന് വേണ്ടി വരുന്നവരുടെ എണ്ണം ഒരു 30% കൂടി. 10 കോടി എന്ന് പറയുമ്പോൾ 30% കൂടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് 30% ഒരു ഹൈക്ക് വന്നത്? അതിൻ്റെ കാരണം ബുദ്ധിപരമായിട്ട് ആരോഗ്യം ഇത് വല്ലാതെ സ്വാധീനിച്ചെന്നാണ്. കാരണം ഒരു മനുഷ്യന് ബുദ്ധിപരമായിട്ട് സ്വാധീനിച്ചാൽ മാത്രമേ ബാക്കി ഇമോഷണലായിട്ട് അവൻ സെറ്റപ്പ് ആകത്തുള്ളൂ. ഈ ബുദ്ധിപരമായിട്ട് സ്വാധീനിക്കുന്നത് എന്താണ്? പണ്ടൊക്കെ ഉടമ്പടി അമ്മ തന്ന 16-17 കാലഘട്ടങ്ങളിലൊക്കെ വല്ലാത്ത വിമർശനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഡോക്ടേഴ്സ് തന്നെ സമിതികൾ കൂടിയിട്ട് വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളുണ്ടാക്കി കൃപാസനത്തിനെതിരെ. ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നും യുക്തിവാദ സംഘങ്ങളിൽ നിന്നൊക്കെ അറ്റാക്ക് ഉണ്ടായി. ജനങ്ങൾ തന്നെ ഇവിടെ അവരുടെ ഇൻസ്റ്റിഗേഷനിൽ വലിയ ജാഥയൊക്കെ നടത്തി ഇത് അടച്ചു പൂട്ടണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വളരെ കൂളായിരുന്നു. സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു, സാക്ഷ്യങ്ങളുടെ എണ്ണം കുറക്കണം, സാക്ഷ്യങ്ങൾ ഡോക്ടേഴ്സിന് സർട്ടിഫിക്കറ്റ് തരാതെ സാക്ഷ്യങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നൊക്കെ സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായി. 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ ഇവരോടൊന്നും പ്രവർത്തകരോടൊന്നും അത് പറയത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന മുഴുവനെന്ന് വെച്ചാൽ സാക്ഷ്യത്തിലാണ് സംഭവിക്കുന്നത്. ഉടമ്പടി സ്ഥിരീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാളങ്ങളാണ്. ദൈവം സഹകരിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങളുണ്ടാവും. അതാ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കട്ടെ. ദ വേർഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞ് അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് സാധനം. അതായത് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാഞ്ഞ കാര്യം, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ സിൽവർ ഗ്രേയിലെ അമ്മ ഞാൻ മുമ്പിൽ കണ്ടതല്ല, എന്നോട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ മനസ്സ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. 10 എന്നെ മുട്ടി വിളിച്ച് പുറകോട്ട് തിരിച്ചു നോക്കി കാണിച്ച കാഴ്ചയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഈ ലോകത്ത് എൻ്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞാൽ ഞാനത് പറയും. കാര്യം ഐ ഹാവ് സീൻ ഇറ്റ് ഡയറക്റ്റ്ലി. എനിക്ക് വേണമെങ്കിൽ മാതാവിനെ ടച്ച് ചെയ്യാമായിരുന്നു. ഇത്രയും ടച്ച് ചെയ്യാവുന്ന രീതിയിൽ അമ്മ മാതാവ് ഈ ലോകത്ത് ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എവിടെ വന്നാലും മിണ്ടാതിരിക്കുകയുള്ളൂ. ഞാൻ അത് ദൈവത്തിന് വർക്ക് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. അതാണ് ഞാൻ കണ്ടത്. അതാണ് ഞാൻ മറുപടി ഒന്നും പറയാറുന്നത്. എനിക്ക് കാര്യം മറുപടി എന്ന് പറയണത് നമ്മൾ നാക്കുകൊണ്ട് പറഞ്ഞ് ജയിക്കണതല്ല, ദൈവം വാക്കുകൊണ്ട് അത് പ്രയോഗത്തിൽ വരുത്തി അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് മർക്കോസ് ആദിമസഭയിലുള്ള വിഷയം എന്താണ് ആദിമസഭയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ആദിമസഭയിലുണ്ടായിരുന്നത്, ഇപ്പോൾ നമുക്ക് കൃപാസനം എന്ത് സ്പിരിച്വാലിറ്റി ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃപാസനം മരിയ സ്പിരിച്വാലിറ്റിയാണ്. പക്ഷേ അപ്പോസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയും. കാര്യം വചനം കേട്ട് ആണ് അമ്മ ഈശോനെ, ആ കേട്ട വചനത്തിനെ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി. വചനത്തോട് ആര് ദാസിയാണ് ദാസനാണെന്ന് പറഞ്ഞാലും വചനം ഗർഭം ധരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം മാംസമാകും എന്ന് വെച്ചാൽ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കപ്പെടും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യത്തിന് അത് ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ വചനങ്ങളാണ്. ബെനഡിക്റ്റ് 14-ാം മാർപ്പാപ്പ പറയുമായിരുന്നു മാതാവ് ഗർഭധാരണം ചെയ്തത് വചനം ചെവിയിലൂടെയാണെന്ന്. അത് തന്നെയാണ് റാഫേൽ പിതാവ് എടുത്തിട്ട് കാലഘട്ടത്തിലേക്ക് പ്രയോഗിക്കണത്. എന്താണ്? കേൾക്കുന്നതാണ് ഒരു പ്രാർത്ഥനയെന്ന് വെച്ചാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും സ്നേഹത്തോടെ കേൾക്കുമെന്നാണ്. അതല്ല, കേൾക്കാത്തതാണല്ലോ പ്രശ്നം. അമ്മ മാതാവ് എന്തുകൊണ്ടാണ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ 87 തൊട്ട് ആൾക്കാർ കേൾക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വരണത് ചീട്ടും പിടിച്ചല്ലേ പറയണത്. എന്താ കാര്യം? എനിക്ക് വേണ്ടി, അതായത് ആളുകളുടെ കേൾക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. ഒരാൾക്ക് അരമണിക്കൂർ കൊടുക്കാൻ നമുക്കില്ല, അപ്പോൾ ബാക്കിയുള്ളവരെ കേൾക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഞാനൊരു ദിവസം 150 പേരെ കേൾക്കുന്നുണ്ട്. അപ്പോൾ 150 പേരെ അവിടെ കേട്ടിട്ട് അവിടെ മെയിൻ പോയിൻ്റുകൾ എഴുതി വാങ്ങിക്കും. എന്നിട്ട് ഞാൻ അതിലെനിക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 പേരെ കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ഒരു 100 പേരെ കേൾക്കാൻ പറ്റും. കേൾക്കണത് നിസ്സാരമല്ല, കേൾക്കണത് പ്രാർത്ഥനയാണെന്നാണ് പറയണത്. അതായത് ഒരു മനുഷ്യൻ, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ സഭയിൽ ഞാൻ ജീവിച്ചപ്പോൾ ചില കൂടുതൽ പഠിച്ചിട്ടുള്ള അച്ഛന്മാർ പറയും, ജോസഫച്ചൻ എന്നാ ചെയ്യണത്? ഞാൻ പറഞ്ഞു, കൗൺസിലിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ ഇപ്പോഴുള്ള ചരിത്രമല്ല, പഴയ ചരിത്രമാണ്. കൗൺസിലിങ്ങോ? അത് സൈക്കോളജി പഠിക്കണ്ടേ? അപ്പം അത് ആവശ്യത്തിന് വേണ്ട സൈക്കോളജിയൊക്കെ പാസ്റ്റേഴ്സ് കൗൺസിലും സൈക്കോളജിയും കോളേജിൽ നിന്നും അതുപോലെ തന്നെ സെമിനാരിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ പ്രയോഗമല്ല. കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ചെവി എന്തിൻ്റെ ചെവിയാണ്? ഒരു മനഃശാസ്ത്രം പഠിച്ച ആൾക്കാരുടെ ചെവിയല്ല കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ ചെവിയാണ് കൊടുക്കുന്നത്. അതാണ് വ്യത്യാസം. സഭയ്ക്ക് മനസ്സിലാകാത്തത് പ്രശ്നം അതാണ്. സഭയ്ക്ക് ദൈവത്തിൻ്റെ ചെവി കുറയുകയും മനഃശാസ്ത്രജ്ഞന്മാരുടെ ചെവി ജനങ്ങളുടെ മുറിവുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദൈവം പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ ഉണ്ട്. വചന ജഡത്വം എന്ന് പറയും. ഇത് മറിച്ച് നമ്മൾ ദൈവത്തിന് ചെവികളിലൂടെയാണ്, നമ്മളുടെ ചെവി ദൈവത്തിന് ഹയർ ചെയ്തിട്ട് സാങ്കേതിക ജ്ഞാനമോ ലോകത്തിന് ജ്ഞാനമോ ഉപയോഗിക്കാതെ ദൈവജ്ഞാനം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ സഹോദരനുണ്ടല്ലോ, എൻ്റെ പേര് അനിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് അനിൽ അദ്വൈതം. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മകള് 12 വയസ്സുണ്ട്. 12 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ചെവിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. ഭയങ്കര ദുർഗന്ധമായിരിക്കും, 2 ചെവിയിൽ നിന്നുമാണ്. അപ്പോൾ കാണിച്ച ഡോക്ടർമാരെല്ലാം പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ സാങ്കേതിക ജ്ഞാനം ഉള്ളവർ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? അത് ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതാണ്.
പക്ഷെ 2 ചെവിയും ഓപ്പറേഷൻ ചെയ്താൽ ഇതിനെ കേൾക്കാൻ പറ്റുമോ, എത്ര ശതമാനം കേൾക്കാൻ പറ്റും, അത് ഡോക്ടർമാർക്ക് പറയത്തില്ല. അവർക്കറിയത്തില്ല എത്ര ശതമാനം ഇത് കേൾക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് കേട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. സയൻസ് അല്ലേ, ഹൈപ്പോത്തിസിസ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ഏഷ്യയിലെ ഏറ്റവും നല്ല ENT എടുത്ത് കൊണ്ടുപോകും, മനോജ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ മനോജ് ഡോക്ടറും പറയും ഇത് 2 ഓപ്പറേഷൻ ചെയ്യണം, അത് ആ പാട ഇല്ല, പാട നമ്മൾ കൃത്രിമമായിട്ട് വെക്കണമെന്നൊക്കെ പറയും. അതാണ് നമുക്ക് സാങ്കേതികമായി കേൾക്കണത്. പക്ഷെ കർത്താവിൻ്റെ ചെവി കൊടുത്ത് കേൾക്കുമ്പോൾ വേറെ വിഷയമാണ്. അവർ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും ഇത് ഓപ്പറേഷൻ വേണ്ട, കർത്താവ് ഇത് സുഖപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയും. അത്രേ ഉള്ളൂ കേൾക്കണത്. ആ ചെവി അന്ന് തന്നെ പഴുപ്പ് അവസാനിക്കും. ഇന്ന് വരെ പിന്നെ പഴുപ്പ് വന്നിട്ടില്ല. ആ സാക്ഷി ഇന്നിടുന്നുണ്ട്, നിങ്ങളെ പോയി ഇന്ന് കാണണം കേട്ടോ ആ സാക്ഷ്യം. അതെന്താ, കർത്താവിന് ചെവി കൊടുത്ത് കേൾക്കണമെന്ന് പറയും. അത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല. അപ്പോസ്തലിക കാലത്തെ സഭയുടെ അഭിഷേക ആ ഡൈമെൻഷൻസ് കുറയുകയും ലോകത്തിൻ്റെ ജ്ഞാനം വളർന്നപ്പോൾ അത് എടുത്തിട്ട് ആത്മാക്കളുടെ ആഫ്റ്റർ ഓൾ നമ്മൾ ആ ഒരു മനുഷ്യൻ്റെ കാര്യം സാങ്കേതികമായി മാനസികമായി കേട്ടത് കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ദൈവം എന്താ നോക്കണത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട് ഇവിടെ. ആ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യത്തിന് ദൈവപിതാവ് കൊടുത്ത മറുപടിയാണ് കർത്താവിൻ്റെ പുനരുദ്ധാനമെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഞാൻ ചെയ്യുന്നതിന് പകരം അവൻ ഏറ്റെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ ഉയർത്തുന്നപ്പോൾ എനിക്ക് പങ്കാളിത്തം ലഭിക്കുമെങ്കിൽ അതാണ് നിത്യത എന്ന് പറയുമ്പോൾ നിത്യതയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിത്യതയ്ക്ക് പ്രയോജനമില്ലാത്ത ഒരു വ്യക്തികളുടെ സാങ്കേതിക ജ്ഞാനവും ദൈവം തള്ളിക്കളയും. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരെ അവിടെ ബുദ്ധികൾ തന്നെ ദൈവം കുടുക്കിയെന്ന് പറയണത്. അത്തരം കുടുക്കിലാണ് സഭ കിടക്കുന്നത്. സഭയുടെ പല സാങ്കേതിക കൗൺസിലിംഗ് സംഭവങ്ങൾ കിടക്കുന്നതിനവസ്ഥ ഇതാണ്. അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഈ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഇവൻ സാക്ഷ്യം വഹിക്കുമോ? കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായി അനിലിൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അനിൽ എന്താ പറയണത്? ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്നു. ഞാൻ അരമണിക്കൂർ വചനം വായിക്കണമല്ലോ. ഞാൻ വചനം വായിക്കാനും തുടങ്ങി വൈഫിൻ്റെ കൂടെ. അപ്പോഴൊരു വചനം എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു. അപ്പം ഞാൻ ഓർത്തത് നല്ല വചനങ്ങൾ, ഇപ്പോൾ പെട്ടി വചനങ്ങളുണ്ടല്ലോ, പെട്ടി വചനങ്ങളെന്ന് സാധനമില്ലേ, എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ പെട്ടി വരണ വചനങ്ങളുണ്ടല്ലോ, എന്നിട്ട് നമ്മളിങ്ങനെ തത്തച്ചിട്ടെടുക്കണ പോലെ എടുത്ത് നോക്കത്തില്ലേ, അല്ലേ? നിനക്ക് സമാധാനം, അല്ലേ? ഞാൻ വചനപ്പെട്ടി, അതാണ് പെട്ടി വചനം. ഈ പെട്ടി വചനം മനുഷ്യനെ ശരിക്കും തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്നിട്ട് അതിൻ്റെ അകത്തെല്ലാം നല്ലതാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പം നല്ല എഴുതി കിട്ടിക്കുമ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ. നിന്നെ ഒരിക്കലും മാനസാന്തരപ്പെടുത്തത്തില്ല. നിനക്ക് തിന്മയുണ്ടെങ്കിൽ, നിനക്ക് പാപമുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ വഴികളിലല്ലെങ്കിൽ നിന്നെ തിരിച്ചു വിളിക്കത്തില്ല. നീ എല്ലാ പാപങ്ങളിലും തിന്മകളിലും അഴിമതികളിലും അനീതികളിലും ആഭിചാരങ്ങളും വ്യഭിചാരങ്ങളും മുഴുകുമ്പോഴും നിനക്ക് ആശീർവാദം നൽകിക്കൊണ്ടിരിക്കും പെട്ടിവചനങ്ങൾ. പക്ഷേ അതുകൊണ്ടാണ് പെട്ടിവചനങ്ങൾ മാനസാന്തരപ്പെടാത്ത കൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഞാനതിനെ നിഷേധിക്കുന്നില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് വചനം, അത് വചനം തന്നെയാണത്. പക്ഷേ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യങ്ങളെ അത് സാധീകരിക്കത്തില്ല. മനസ്സാന്തത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ വചനങ്ങൾ ഒരു ഭാവുകങ്ങളായി മാറും. ഭാവുകം ഇനി ഫുൾ ക്യാൻ ഗീവ് യു എക്സെപ്റ്റ് ഗോഡ്. കാര്യം എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് പിന്നെ ആർക്കും ഭാവുകം നൽകാം. ഭാവുകം നൽകിക്കൊണ്ട് നിന്നെ എത്ര കാലം ദൈവത്തിന് കൊണ്ട് നിർത്താൻ പറ്റും? ഈ ജീവിതത്തിൻ്റെ അവസാനം വരെ നിർത്താൻ പറ്റുമെന്ന് കരുതിക്കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള ജീവിതത്തിന് ആരാണ് മുതൽ മുടക്കാൻ പോണത്? നോബഡി. അതുകൊണ്ടാണ് കലേബിനെ കുറിച്ച് പറയണത്. എന്താ പറയണത്? കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. എന്താണ് വ്യത്യസ്തം? അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഖ്യ 14:24. ഒന്നിനു പറഞ്ഞേ. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞേ, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. അത് കാണുകയില്ല. ഞാൻ വാഗ്ദാന ഭൂമി കാണുകയില്ല, നിയോഗം പ്രാപിക്കത്തില്ലെന്നാണ് പറയണത്.
വായിച്ചോളൂ. എന്നാൽ എന്റെ ദാസനായ കാലെബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ ചൈതന്യം വ്യത്യസ്തമായിരുന്നു പറഞ്ഞിട്ട് എന്ത് ചൈതന്യമാണ് വ്യത്യസ്തമായത്? അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ അനുഗമിക്കുന്നതിന്റെ വിഷയത്തിൽ ഒരു ഉഡായിപ്പുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താണ് സംഭവം? ദൈവം അംഗീകരിക്കുന്ന അനുഗമിക്കലുണ്ട്, ദൈവം അംഗീകരിക്കാത്ത അനുഗമിക്കലുണ്ട്. കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. കാരണം എന്താണ്? അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചെന്ന് പറയുമ്പോൾ there is a position of the ഭാഗികമായ അനുഗമം. എന്താണ്? ഒരു പൊസിഷനുണ്ട്. എന്താണ്? ഭാഗികമായി വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ അനുഗമിക്കാം. മനസ്സിലായില്ലേ? അപ്പം അനുഗമിക്കുന്നതിൻ്റെ കാര്യത്തിൽ ചൈതന്യത്തിൻ്റെ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ദൈവത്തെ ഭാഗികമായിട്ട് അനുഗമിക്കത്തുള്ളൂ. നന്മകളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ജോലി, വീട്, വിവാഹം എല്ലാം കിട്ടുമ്പോൾ യേശുവേ സ്വസ്ത്രം, യേശുവേ സ്വസ്ത്രം, യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഭാഗികമായി. തിന്മകളെങ്ങാനും കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുമില്ല, പള്ളിയുമില്ല, കുദാശയുമില്ല, ഒന്നുമില്ല. ഭാഗികമായ അനുഗമിക്കൽ. കുരിശുണ്ടാകുമല്ലോ,